പുരോഗതി കൈവരിച്ചിട്ടും ആദിവാസി മേഖലകളിൽ ഇന്ന് വളരെയധികം ദുരിതം നേരിടുന്നവർക്ക് ഈ LDF സർക്കാർ വളരെയധികം താങ്ങാവുന്നുണ്ട്. എങ്കിൽ തന്നെയും ഒറ്റപ്പെട്ട് പല മേഖലകളിലും ഇപ്പോഴും മൃഗങ്ങളുടെ ശല്യം കാരണം വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ആ ആദിവാസികളിൽപ്പെട്ടവരുടെ വനം വകുപ്പിൻ്റെ കീഴിൽ നടന്ന പ്രോഗ്രാമിൽ അവരുടെ അഭിപ്രായം നോക്കാം. പുടിയക്കാരിൽ നിന്നാണ് വരുന്നത്. 74 കുടുംബങ്ങളാണ് അവിടെ വസിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ്. കാരണം ഇന്നലെ കൂടി ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. കൊച്ചുകുട്ടികളും ഒക്കെ പുറത്തിറങ്ങുന്ന സമയത്താണ്. ഇപ്പോൾ തന്നെ ഈ ഒരു മാസത്തിനുള്ളിൽ 2 വന്യമൃഗശല്യമാണ് അവിടെ ഉണ്ടായത്. ഒന്ന് കരടി ആക്രമിച്ച് 2 കൈയും ഇപ്പോൾ അനക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പിന്നെ ഇപ്പോൾ ഒരു പോത്ത് കുത്തി, അതും ഇപ്പോൾ ആശുപത്രി ഇട്ടിട്ടില്ല. ഇതിന് താലൂക്ക് ആശുപത്രിയിലും നിങ്ങളിത് ബന്ധപ്പെട്ട അധികാരികളൊന്നും അറിയിച്ചിട്ടില്ല? എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ധനസഹായയുടെ ഒരു 5000 രൂപ കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് അവർക്കൊന്നും ആയിട്ടില്ല. പറഞ്ഞിരുന്നു. അപ്പൊ അതിനുള്ള പരിഹാരം ഉടൻ ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. അടിയന്തരമായിട്ട് ചെയ്യാൻ. അതാണ് ഞങ്ങൾക്ക് ആവശ്യം. കാരണം ഒരു ട്രെഞ്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉദ്യോഗസ്ഥരെ പറയണമല്ലോ, മിനിസ്റ്ററുടെ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ട് പറയാമായിരുന്നു. അവസരം ഉണ്ടായിരുന്നു. അത് ചാടി കടന്നാണ് ഇപ്പൊ വീടിന് അടുത്ത് വരെ വരണത്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. വളരെ ഇതിന് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കി തന്നെ. ഇപ്പൊ ഞാൻ വരണ വഴിക്ക് വരാൻ ഞങ്ങൾ മൃഗങ്ങളെ കണ്ടുകൊണ്ടാണ് വരുന്നത്. പക്ഷെ വണ്ടിയിലായതുകൊണ്ട് അത്ര കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾക്ക് നടന്ന് കുട്ടികളുടെ കാര്യമാണ് വലിയ കഷ്ടത്തിൽ. കാരണം അവർ സ്കൂളിൽ പോകാനും ഇപ്പം അടുത്തൊരു പഠനമുറിയുണ്ട്, അവിടെ പഠിക്കാൻ പോകാൻ വരെ പറ്റാത്ത അവസ്ഥയാണ്. ഈ വാർത്ത കണ്ടുകൊണ്ട് മന്ത്രി ഉചിതമായ തീരുമാനം എടുത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യം ചെയ്തിട്ടല്ലേ? എടുത്ത് ചെയ്ത് തരട്ടെ എന്ന് ഞങ്ങൾ വീണ്ടും അപേക്ഷിക്കുകയാണ്. ശരി.